ഹായ് ഹലോ നമസ്കാരം. ഇന്ന് നമുക്ക് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി ട്രൈ ചെയ്താലോ? അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട്. നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് അതൊന്ന് എടുക്കാം. നമുക്ക് ഓയിസ്റ്റർ സോസ് വേണം, പിന്നെ മഷ്റൂംസ് വേണം, പിന്നെ പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വേണം. പിന്നെ സോയാ സോസസ് ആയിട്ട് ഈ ഓയിസ്റ്റർ സോസും സോയാ സോസും ആണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ഡിഷ് ഏതാണെന്ന് പറഞ്ഞില്ലല്ലോ. ചിക്കൻ ആൻഡ് മഷ്റൂം ഇൻ ഓയിസ്റ്റർ സോസ് ഇതാണ് നമ്മൾ ഉണ്ടാക്കുന്ന ഡിഷ്. ഇത് എന്ത് ഡിഷാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ വകയിൽ ചില്ലി ചിക്കൻ്റെ ഒരു റിലേറ്റീവ് ആയിട്ടൊക്കെ വരുമെന്ന് തോന്നുന്നു ഇതിന്റെ ഒരു റെസിപ്പി കണ്ടിട്ട്. ഞാൻ എന്തായാലും ഇത് പുറത്തുനിന്ന് ഒത്തിരി തവണ കഴിച്ചിട്ടുണ്ട്, പക്ഷേ വീട്ടിലുണ്ടാക്കിയിട്ടില്ല. ഫസ്റ്റ് ടൈം ആണ് വീട്ടിൽ ട്രൈ ചെയ്യുന്നത്. അപ്പം നമുക്ക് ട്രൈ ചെയ്താൽ എങ്ങനെ വരുമെന്ന് നോക്കിയാലോ? അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. അതിൽ ഞാൻ കറക്റ്റ് മെഷർമെൻറ്റ്സും ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. ഇപ്പം ഞാൻ ഫാസ്റ്റ് ആയിട്ടാണ് ഒന്ന് പറഞ്ഞു പോകുന്നത്. ആദ്യം നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യുക. മാരിനേറ്റ് ചെയ്യേണ്ടത് ഒരു മുട്ട, ഉപ്പ്, കുരുമുളക്, കോൺഫ്ലവർ, അതുപോലെ സോസസ് ആയിട്ട് സോയാ സോസ്, ഓയിസ്റ്റർ സോസ്, അതുപോലെ ചില്ലി സോസ്, ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് മിനിമം ഒരു 30 മിനിറ്റ്സ് എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ട് ഇതിനെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. എന്നിട്ട് ഇത് മാറ്റി വെക്കണം. പിന്നീട് ഒരു പാനിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. കുറച്ച് മഷ്റൂംസ് സോട്ട് ചെയ്ത് കൊടുക്കുക. പിന്നീട് ക്യൂബ്സ് ആക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം സോട്ട് ചെയ്ത് കൊടുക്കുക. ക്യൂബ്സ് ആക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, അത് പെറ്റൽസൊക്കെ തിരിച്ചിട്ട് വേണം സോട്ട് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് സോട്ടായിട്ട് വരുമ്പം നമുക്ക് പിന്നെയും അതിലേക്ക് സോസസ് ആഡ് ചെയ്യാം. സോയാ സോസ്, ഓയിസ്റ്റർ സോസ്, ചില്ലി സോസ്, ഇത്രയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. തിളച്ച് വരുമ്പം അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കുക. പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുക. 2 സ്പൂൺ വിനീഗർ, കോൺഫ്ലവർ കലക്കി ഒഴിക്കുക. തിക്നെസ് സെറ്റായി കഴിയുമ്പോൾ നമ്മുടെ കറി റെഡി.